ചിലർ പറയല്ലോ ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ്, CBSE-യിലാണ്. എന്തിനാ സ്റ്റേറ്റിലും CBSE-യിലും ചുരുക്കുന്നത്? സ്റ്റേറ്റും CBSE-യും ഇന്റർനാഷണൽ സിലബസും 3 സർട്ടിഫിക്കറ്റും കൂടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന 12ാം ക്ലാസ് വരെയുള്ള ഫെസിലിറ്റീസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു LKG, UKG, PG, അത് കഴിഞ്ഞാൽ അവരുടെ മക്കൾ പിന്നെയും LKG, UKG, അപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ നടക്കണം. പ്രൊഡക്ഷൻ നടക്കില്ലെങ്കിൽ പിന്നെ അടുത്ത ടെൻഷൻ അച്ഛനും അമ്മക്കും അതായി. എന്തുകൊണ്ട് PG കഴിഞ്ഞില്ല, എന്തുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് ജോലി കിട്ടില്ല, ഇതൊക്കെ കിട്ടിയാലോ അടുത്ത പ്രശ്നം എന്താണ്, എന്തുകൊണ്ട് വിവാഹം കഴിഞ്ഞില്ല, വിവാഹം കഴിഞ്ഞ അടുത്ത പ്രശ്നം എന്താണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് എന്നിട്ട് വേഗം ജോലി കിട്ടി അടുത്ത പ്രൊഡക്ഷൻ ഉണ്ടാക്കി അതും കഴിഞ്ഞിട്ട് നീ എന്താ ചത്തില്ല എന്ന് ആരും ചോദിക്കുന്നില്ല. ഇതൊരു ധൃതി പിടിച്ച യാത്രയാണ്. ആ യാത്രയിൽ നിന്ന് നമ്മൾ വളരെ സാവധാനത്തിൽ ജീവിതം എൻജോയ് ചെയ്ത് പഠിക്കാനുള്ള ഒരു തോന്നൽ മക്കൾ ഒരു കൊല്ലം ബ്രേക്ക് എടുക്കട്ടെ എന്ന് എത്ര അമ്മയും അച്ഛനും മക്കളോട് സമ്മതിക്കുന്നതാണ്. ഞാൻ ഇത്രയും കൊല്ലമില്ലേ പഠിക്കണം, നഴ്സറി മുതൽ തുടങ്ങിയതാണ്, 14 വർഷമായി. 14 വർഷം ഏതെങ്കിലും കാനനവാസം കഴിഞ്ഞാൽ ഒരു കൊല്ലെങ്കിലും സമാധാനം വേണ്ടേ? എന്നാൽ പിന്നെ +1 +2 കഴിഞ്ഞ് ഇനി ഒരു കൊല്ലം ഒന്നും പഠിക്കണില്ല. ആ പഠിക്കുന്നതിന് പകരമാണ് ഇപ്പം എന്ത് തുടങ്ങിയത്, റിപ്പീറ്റ് തുടങ്ങിയത്. അതില്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കട്ടെ അവർ, എന്നിട്ട് തീരുമാനിക്കട്ടെ എനിക്ക് എന്ത് പഠിക്കണം എന്ന്. അല്ല, ഈ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നതേ +1 +2 ഇപ്പോൾ സയൻസ് എടുത്ത ഒരു കുട്ടി +1 +2 കഴിയുമ്പോൾ അടുത്ത ഏപ്രിലാണ് എൻട്രൻസ് എക്സാം വരുന്നത്. സെയിം സിലബസ് ആണ് എൻട്രൻസിനാണെങ്കിലും ബോർഡ് എക്സാമിനാണെങ്കിലും. പക്ഷേ ഈ 2 രീതിയിലുള്ള പഠനമാണ്. ബോർഡ് എക്സാമിന് നമ്മൾ തിയറി എഴുതി മാർക്ക് മേടിക്കണം, എൻട്രൻസിന് മറ്റേ സ്കില്ല് വേണം. അപ്പോൾ നമ്മളുടെ സിലബസിന്റെ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓറിയന്റേഷന്റെ പ്രശ്നമല്ലേ ശരിക്കും? ആ 2 വർഷം ഇവരെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഒരു സ്കൂളിന്റെ ഒരു ചുമതലയല്ലേ ആക്ച്വലി? അല്ല. കാരണം 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാനാണിപ്പോൾ 10ാം ക്ലാസ്സിലെ മാത്സ് ടീച്ചർ എന്ന് വിചാരിക്കുക. എൻ്റെ മുമ്പിൽ 60 കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം അതിൽ 4 കുട്ടികളെങ്കിലും മാത്തമാറ്റിക്സിൽ PhD എടുക്കണമെന്നാണ്. അവർ മാത്തമാറ്റീഷ്യൻ ആവണമെന്നാണ് മാത്സ് ടീച്ചറുടെ ഇഷ്ടം. ബയോളജി പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറുടെ ഇഷ്ടം അവർ ബയോളജിയിൽ അഗ്രഗണ്യരാവണമെന്നാണ്. അല്ലാതെ അവരെ ഡോക്ടർ ആവണം എന്നല്ല അവരുടെ ആഗ്രഹം ഉണ്ടാവേണ്ടത്. ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ ആഗ്രഹം എന്താവണം, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുട്ടികളും ഇംഗ്ലീഷിൽ അഗ്രഗണ്യരാവണമെന്നാണ്. അത് 10ാം ക്ലാസ് ആകുമ്പോൾ തീരും. അത് കഴിയുമ്പോൾ കുറച്ച് പേരെങ്കിലും 11th 12th പഠിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ആഗ്രഹം ഇവരിൽ കുറച്ച് കുട്ടികളെങ്കിലും BA ഇംഗ്ലീഷിന് പോകണമെന്നാണ്. അങ്ങനെ BA ഇംഗ്ലീഷിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്താണ്, അവരിൽ ആരെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്യണം, PhD ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ BTech പഠിപ്പിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഇതിൽ കുറച്ച് കുട്ടികളെങ്കിലും MTech പഠിച്ച് PhD ഒക്കെ ചെയ്ത് കോളേജുകളുടെ പ്രിൻസിപ്പൾ ആവാൻ സാധിക്കണം, അല്ലെങ്കിൽ പ്രൊഫഷണലി ഗ്രേറ്റ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് അടിക്കുന്ന ടീച്ചറുടെ ആഗ്രഹം ഇവനെയൊക്കെ BTech പഠിപ്പിക്കണം എന്നല്ല. ബയോളജി ടീച്ചറുടെ ആഗ്രഹം ഇവർ BSc MSc ആവണം എന്നല്ല, അവർ MBBS ആവണമെന്നല്ല. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ സിലബസിൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ മാത്രമല്ല അതിൻ്റെ അപ്ലിക്കേഷൻസും കൂടി പഠിപ്പിക്കണം. ഇപ്പോൾ +1 +2 പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് തന്നെയാണ് എഞ്ചിനീയറിംഗിലും. ഒരു വ്യത്യാസമില്ല സിലബസ്. പക്ഷേ ആകെയുള്ള വ്യത്യാസം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ വരും. അപ്ലിക്കേഷൻ കൂടി ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കും. സിലബസ് സെയിം, പക്ഷേ അവിടെ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഏത് കുട്ടിക്കാണ് ഏത് ടീച്ചർക്കാണ് ഈ ഓറിയൻറ്റേഷനും കൂടി ക്ലാസ്സിൽ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റും. ആ ഓറിയൻറ്റേഷൻ ഉള്ളവരാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രിപ്പറേഷൻ റെഡിയായി. അപ്പോൾ അത് നടക്കാത്തത് ഈ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിന് ആ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്പർ 1. നമ്പർ 2, ഇന്ന് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിഷൻ നേടുന്നത് കീമാണെങ്കിൽ കീം, നീറ്റ് ആണെങ്കിൽ നീറ്റ്, JEE ആണെങ്കിൽ JEE, ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസാണ് ഇതൊക്കെ നേടുന്നത്. ആ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്കൂളാണ്. നമ്മളീ പറയുന്ന സ്ട്രക്ചേർഡ് ആയിട്ട് സ്കൂളിൽ പഠിപ്പിക്കണം എന്നൊക്കെ പിടിവാശി പിടിക്കുന്ന എല്ലാ ഗാർഡിയൻസും LKG മുതൽ സ്ട്രക്ചറിൻ്റെ അകത്ത് മാത്രമേ പഠിപ്പിക്കുള്ളൂ, ഹോം സ്കൂളിൽ പാടില്ല, ഓപ്പൺ സ്കൂൾ പാടില്ല എന്നൊക്കെ പറയുന്നവർ 10ാം ക്ലാസ് കഴിയുമ്പോൾ നേരെ 11ഉം 12ഉം ഓപ്പൺ സ്കൂളിലേക്ക് വിടാൻ തയ്യാറാണ്. അതിൻ്റെ വേറെ പേരാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച്. അപ്പോൾ ഈ സ്ട്രക്ചേർഡ് ആണോ വേണ്ടത്, ഇൻ്റഗ്രേറ്റഡ് ആണോ വേണ്ടത്? ഇൻ്റഗ്രേറ്റഡ്. അങ്ങനെയാണെങ്കിൽ LKG മുതൽ എന്തുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് ആയിക്കൂടാ? ഞാൻ ചോദിക്കുന്നത് വൈ കോണ്ട് യു റൺ എ ഹോം സ്കൂളിംഗ്? അതാണ് എൻ്റെ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറയുന്ന കൺസെപ്റ്റ്. നിങ്ങൾ എവിടെയും അയക്കണ്ട, നിങ്ങൾ കുറച്ച് പേര് കൂടി ചേർന്നിട്ട് നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഉള്ള കുട്ടികളെയൊക്കെ കുറേ ബസ്സിൽ കയറ്റി കുത്തി നിറച്ച് കുറേ ദൂരം യാത്ര ചെയ്യിപ്പിച്ച് ഇൻ്റർനാഷണൽ സ്കൂൾ പോകുന്നതിന് പകരം യു സ്റ്റാർട്ട് എൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ യുവർ ഓൺ പ്ലേസ്. ഇത്രയും സ്ഥലമുള്ള ഒരു 20x20 ഫീറ്റുള്ള സ്ഥലമുള്ള ഒരു റൂം ഉണ്ടെങ്കിൽ യു ക്യാൻ റൺ എ സ്കൂൾ വിത്ത് 10 സ്റ്റുഡൻസ് അണ്ടർ യു. ഒരു പണിയും ഇല്ലാത്ത വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരോ ജോലി തേടുന്നവരോ ആണെങ്കിൽ അവർക്ക് തുടങ്ങാവുന്ന ഒരു സങ്കല്പമാണ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. അത് തുടങ്ങിയിട്ട് അവരെ നിങ്ങൾ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക.
ആ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് ഇൻ്റർനാഷണൽ സിലബസ്, CBSE, സ്റ്റേറ്റ് സിലബസ് 3 10th ക്ലാസ്സും 3 12th ക്ലാസ്സും സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അത് ഇന്ന് പോസിബിളാണ്. നമുക്കൊരു സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് സിലബസ്, ചിലർ പറയല്ലോ ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ്, CBSEയിലാണ്. എന്തിനാ സ്റ്റേറ്റിലും CBSEയിലും ചുരുക്കുന്നത്? സ്റ്റേറ്റും CBSEയും ഇൻ്റർനാഷണൽ സിലബസും 3 സർട്ടിഫിക്കറ്റും കൂടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന 12ാം ക്ലാസ് വരെയുള്ള ഫെസിലിറ്റീസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഓൺലൈനാണ് വിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടിക്കലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോവാതെ നിങ്ങൾ ഗ്രാജുവേഷനാണ് പഠിക്കുന്നത് വിചാരിക്കും. വീട്ടിലിരുന്ന് ഓൺലൈൻ കോഴ്സുകൾ ചെയ്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് സിവിൽ സർവീസ് എഴുതാം. എന്നിട്ട് ലോകത്തുള്ള ഏറ്റവും വലിയ ജോലികൾ കിട്ടും. പക്ഷെ അതിന് വേണ്ടത് ഈ പാരൻസ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പാരൻസിന് നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ലെങ്കിൽ അതിനുള്ളൊരു മെൻറ്റാലിറ്റി വേണം. അത് നടത്തുന്ന കുറച്ച് സെൻറ്ററുകളെങ്കിലും നമുക്കുണ്ടാവണം. അതുണ്ടായിക്കഴിഞ്ഞാൽ ലോകം മാറും. ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ്. അടുത്ത ഒരു 4-5 വർഷത്തിനുള്ളിൽ അത്തരം കുറച്ച് സെൻറ്റേഴ്സ് കേരളത്തിലെങ്കിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.